So the first hindrance to prayer in practical life, it is time. We need to find time. We need to find time. നമ്മൾ സമയം കണ്ടെത്തണം. ജോർജ് മുള്ളറിന്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഹി വാസ് എ മാൻ ഓഫ് പ്രേയർ. അദ്ദേഹം 2000 കുഞ്ഞുങ്ങളുള്ള ഒരു അനാഥശാല നടത്തിയിരുന്നു. 1000 ഇവാഞ്ചലിസ്റ്റുകൾക്ക് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. 8 രാജ്യങ്ങളിലായിട്ട് 56 ഫ്രീ സ്കൂളുകൾ അദ്ദേഹം നടത്തിയിരുന്നു. ഇതെല്ലാം അദ്ദേഹം ആരോടും ഒരു പൈസയും ചോദിക്കാതെ നിർവഹിച്ചതാണ്. ഒരു ജേർണലിസ്റ്റ് ഒരിക്കൽ ഇദ്ദേഹത്തെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ, എപ്പോഴാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നത്? അദ്ദേഹം പറഞ്ഞ കാര്യം, ഐ ഡോണ്ട് ഗെറ്റ് ടൈം ടു പ്രേ. പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അതൊരു പുതിയ അറിവാണല്ലോ. എല്ലാവരും പറഞ്ഞു നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന്, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉടനെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടുന്നില്ല, പക്ഷെ ഞാൻ സമയം എടുക്കും. ഐ ഡോണ്ട് ഗെറ്റ് ടൈം ബട്ട് ഐ ടേക്ക് ടൈം. നമ്മൾ സമയം എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടും. സമയം കിട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളിൽ ആർക്കും കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സമയം കിട്ടിയിട്ട് ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യണം? സമയം എടുക്കണം. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ ടൈം പോലും അല്ല ശരിക്കും വിഷയം, നമ്മുടെ ഇൻഡിസിപ്ലിൻ ആണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആണെങ്കിലേ നമുക്ക് സമയം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. പിശാചിന്റെ ഒരു വലിയ തന്ത്രം എങ്ങനെയും നമ്മുടെ സമയത്തെ അപഹരിക്കാനാണ്. അവൻ പൈസ അപഹരിക്കാൻ ഒരു ആഗ്രഹമുള്ള ആളല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പിശാച് എനിക്ക് വെച്ചിരിക്കുന്ന നന്മയെല്ലാം തട്ടിയെടുത്തെന്ന്. എല്ലാവരും പറയുന്നത് പിശാച് നന്മ തട്ടിയെടുത്തു. പിശാച് തട്ടിയെടുക്കുന്നത് നിങ്ങളുടെ പൈസ ഒന്നുമല്ല. നിങ്ങളെ പൈസ കൊണ്ട് മൂടാനും പിശാചിന് മടിയൊന്നുമില്ല. പക്ഷേ പിശാച് തട്ടിയെടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സമയമാണ്. ഇറ്റ് ഈസ് യുവർ ടൈം. സമയം കിട്ടിയാൽ അവൻ സമയം തട്ടിയെടുക്കും. പിശാചിന് അല്പമെങ്കിലും സമയം കിട്ടിയാൽ അവൻ പരിശ്രമിക്കുന്നത് നിങ്ങളുടെ സമയത്തെ അപഹരിക്കാനായിരിക്കും. കാര്യം ദൈവസന്നിധിയിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ അവൻ ഒരിക്കലും ആഗ്രഹമില്ല, ഇഷ്ടമില്ല. അതുകൊണ്ട് പിശാച് എടുക്കുന്ന എന്തോ നന്മയുണ്ടെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, എൻ്റെ സമയം ഇങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് മൈ ടൈം. ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു പ്രളയം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചപ്പോൾ, ഇത്രയും കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു ലോകത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം എന്ന് പറയുന്നത് സമയമാണ്. അഹമ്മദാബാദിലെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ICICIയുടെ ക്രെഡിറ്റ് കൺട്രോളറാണ്. ഒരു പക്ഷേ 6 ഡിജിറ്റ് 7 ഡിജിറ്റ് ശമ്പളമൊക്കെ അവൻ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ രാത്രിയിലെ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും കയറി വരുന്നത് ഡിജിറ്റ്സ് ആണെന്ന്. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് നമ്പേഴ്സാണ്. കാര്യം ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അതേ ഉള്ളു മനസ്സിൽ. കിടക്കാൻ പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. ഉറക്കത്തിൽ പോലും ഇത് തലേന്ന് പോകത്തില്ല. എന്തൊരു കഷ്ടമാണ് ലൈഫ്, എന്തൊരു കഷ്ടമാണ്. കാര്യം പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് ഇതുപോലെ നമ്മളെ ബിസി ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കാനോ ദൈവിക കാര്യങ്ങൾക്കോ വേണ്ടി നമ്മൾ ഒരിക്കലും സമയം എടുക്കാത്ത നിലയിൽ പിശാചിൻ്റെ വലിയൊരു തന്ത്രം സംഭവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രായോഗിക തലത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ സമയമില്ലായ്മയാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ പ്രാർത്ഥനയ്ക്കുള്ള സമയം എടുത്തിട്ട്, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം എടുത്തിട്ട് ബാക്കിയുള്ളത് ഡിവൈഡ് ചെയ്യാവും. സോ വി നീഡ് ടു ടേക്ക് ടൈം. അതുകൊണ്ട് ജോർജ് മുള്ളർ പറഞ്ഞത് എന്ത്? ഐ എം നോട്ട് ഗെറ്റിംഗ് ടൈം ബട്ട് ഐ ടേക്ക് ടൈം. യു നീഡ് ടു ടേക്ക് ടൈം ടു പ്രേ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം. അതിനുവേണ്ടി പല കാര്യങ്ങൾ നഷ്ടമാക്കണം. അതിനുവേണ്ടി പൈസ നഷ്ടമാക്കണം. അതിനുവേണ്ടി ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. പല സൗഹൃദങ്ങൾ ഒഴിവാക്കേണ്ടി വരും. പല ടെലിവിഷൻ, പല എൻ്റർടൈൻമെൻറ്റ്സ് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ടെലിവിഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിനകത്ത് സിനിമ വരുന്നൊന്നുമല്ല. അതിനകത്ത് സിനിമ വരുന്നുണ്ട്, അത് മോശമാണ്, അത് ശരിയാണ്. പക്ഷേ ടെലിവിഷൻ്റെ ഏറ്റവും വലിയ ദോഷങ്ങളാണെങ്കിലും അതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതെന്നറിയാമോ? നിങ്ങളുടെ സമയം അപഹരിക്കുന്നതാണത്. ബ്രദറെ, ഞാൻ ന്യൂസ് കാണാൻ വേണ്ടി മാത്രമേ ടെലിവിഷൻ ഓൺ ചെയ്യുന്നുള്ളൂ എന്നൊരാൾ പറഞ്ഞു. അയാൾ പറയുന്നത് സത്യമാണെന്ന് വെച്ചു. ഇവിടെ 24 hours അല്ലേ ന്യൂസ് ചാനൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചു. സിനിമ കാണത്തില്ല, സീരിയൽ കാണത്തില്ല, ഒന്നും കാണത്തില്ല. ശരിയാ, ന്യൂസ് ചാനൽ മതിയല്ലോ. 24 hours നമ്മളെ അപഹരിക്കുവാൻ, നമ്മുടെ സമയത്ത് അപഹരിക്കാനായിട്ട് ഒരു ന്യൂസ് ചാനലിന് പോലും കഴിയുമെന്നുള്ളത് അതിനകത്തെ അർത്ഥം ഇല്ലേ? വി ആർ ലൂസിങ് അവർ ടൈം. സോ ദ ബെസ്റ്റ് വേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗിവ് ഇറ്റ് അവേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ പുറകിൽ പോയി കുത്തിപ്പിടിച്ചിരിക്കുന്നത് നിങ്ങൾ നരകത്തിൽ പോകുന്ന സ്വർഗത്തിൽ പോകുന്ന ഇതൊന്നുമല്ല ചോദ്യം. ടെലിവിഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ നരകത്തിൽ പോകുമെന്ന് പറയാനും അല്ല ഞാൻ വന്നത്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ബട്ട് ടെലിവിഷൻ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എന്തോ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ ഇല്ലെങ്കിൽ അങ്ങ് ആകാശം ഇടിഞ്ഞു വീഴുമെന്ന്. ഒന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ബേസിക്കലി പഠിച്ച ജേർണലിസം. എനിക്കാണെങ്കിൽ ഒരു പത്രം വായിച്ചാൽ മതിയാകുന്ന ആളല്ല. ഇപ്പോഴല്ല, പണ്ടത്തെ ഒരു സ്റ്റേജാണ്. കാര്യം ഓരോ പത്രത്തിൻ്റെയും വാർത്തയല്ല ഞാൻ നോക്കുന്നത്, ഓരോ പത്രക്കാരും വാർത്ത എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് നോക്കുന്നത്. അത് നമ്മുടെ ട്രെയിനിങ് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ എന്നാണ് ഇങ്ങനെ പറയാൻ കാര്യം, ഇതൊക്കെ ആലോചിക്കാൻ വേണ്ടി പല പത്രം വായിക്കും, ഇറങ്ങുന്ന സകല ന്യൂസ് വീക്ക്ലീസും വായിക്കും. അങ്ങനെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കി, ഇതിനെല്ലാം വളരെ ചെറിയ ഒരു ആയുസേ ഉള്ളൂ. ലോകമുള്ള കാലം മുഴുവൻ ഓർത്തിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നാളെ
ഓർക്കത്തില്ല. നൈമിഷികമായ ഒരു ആയുസ് മാത്രമേ ഇതുള്ളൂ. അതുകൊണ്ട് ഞാൻ പതിയെ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറി. അത്യാവശ്യം ന്യൂസ് എല്ലാം കണ്ടില്ല, ഒന്നും സംഭവിക്കത്തില്ല. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് സമയമാണ്. ആ സമയം നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും എന്താണെന്നറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ഹോസ്പിറ്റൽ. മുറിവേൽക്കുന്ന അല്ലെങ്കിൽ വേദനയുള്ളവനും മുറിവുള്ളവനും എല്ലാം വന്ന് കിടക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് നമ്മൾ ചർച്ചിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേദനപ്പെടുന്നവനെ, പ്രയാസപ്പെടുന്നവരെ, കഷ്ടമനുഭവിക്കുന്നവരെ വാ എന്ന് നിന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ടാണ് പെയിൻ ഗോ അവേ കം അഗെയിൻ അനദർ ഡേ, മറ്റന്നാളും ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ഒരു ഡോക്ടറെ പോലെ ഇങ്ങനെ ഓടി നടന്ന്, അല്ലെങ്കിൽ നേഴ്സിനെ പോലെ ശുശ്രൂഷിച്ച് എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. ചർച്ചിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എപ്പോഴും സേവനം കിട്ടിക്കൊണ്ടേയിരിക്കണം, എപ്പോഴും, ഇല്ലേ? പക്ഷെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് എ മിലിറ്ററി ബാരക്ക്. അതൊരു അവർ ചർച്ച് ഈസ് നോട്ട് just like a hospital, it is a military church. അത് അവിടെ നമുക്ക് ആവശ്യമുള്ള ഡോക്ടർ അല്ല, ഒരു മേജർ സർജന്റ് ആണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ക്രിസ്ത്യൻ ലിവിങ്ങിൻ്റെ അതുകൊണ്ടാണല്ലോ ഈ ഡിസിപ്ലിൻ ആവശ്യമുള്ളത് കൊണ്ടാണ് ഡിസൈപ്പിൾഷിപ്പ് ആണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന ഘടകം. ഡിസൈപ്പിൾഷിപ്പ്. സോ വി നീഡ് ഡിസിപ്ലിൻ. അല്ലാതെ വി ഷുഡ് നോട്ട് yield to temptation, we should yield to God. ദൈവത്തിനാണ് നമ്മുടെ ടെംപ്റ്റേഷൻസിനല്ല. കർത്താവെ ഒത്തിരി പരീക്ഷണമായിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതിനകത്ത് വീണുപോയി എന്നും വന്ന് പറയാൻ വേണ്ടിയുള്ളതല്ല. വി നീഡ് ടു yield to God. ദൈവത്തിന് നമ്മളെ തന്നെ ഈൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ദൈവം നമ്മളെ പണിയുന്ന ഒരു സ്റ്റേജ്, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ക്രിസ്തീയ വളർച്ചയുടെ നമ്മളെപ്പോഴും പറയും, എന്തോ പറയാനാ ബ്രദറെ, ഞാനിങ്ങനെ എൻ്റെ സർക്കംസ്റ്റാൻസസ് ഒക്കെ ഇങ്ങനെ ആയിപ്പോയി, അറിയത്തില്ലേ, ഞാൻ ഈ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ 1.5 മാസമേ ആയുള്ളൂ, അവർ പിരിച്ചു വിട്ടാൽ അറിയാൻ പറ്റും, ഇപ്പോൾ റിസഷൻ്റെ ടൈമല്ലേ, ഇതല്ല, പിരിച്ചു വിട്ടാൽ പോട്ടെന്ന് വെക്കണം. അതിന് അത് നമുക്ക് വയ്യാത്തത് കൊണ്ടാണ്, നമുക്ക് ദൈവത്തിൽ ആശ്രയമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇടപെടുന്നത്. നോ, നമ്മുടെ ദ ബിഗ്ഗസ്റ്റ് എനിമി ഈസ് നോട്ട് സർക്കംസ്റ്റാൻസസ്, ഇറ്റ് ഈസ് ഇൻഡിസിപ്ലിൻ. ചർച്ചിന്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിന്റെ എനിമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാഹചര്യങ്ങളല്ല, പ്രത്യുത നമ്മളുടെ ഇൻഡിസിപ്ലിൻ ആണ്, നമ്മളുടെ ശിക്ഷണമില്ലായ്മയാണ്. വി നീഡ് ടു ബി ഡിസിപ്ലിൻ, വി നീഡ് ടു ഫൈൻഡ് ടൈം. നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ദൈവം തീർച്ചയായിട്ടും ആ കാര്യത്തെ നിങ്ങളെ സഹായിക്കും. സോ ദ ഫസ്റ്റ് ഹിൻഡ്രൻസ് ടു പ്രേയർ, ഇറ്റ് ഈസ് ടൈം. അതിനുള്ള റിമഡി എന്താണ്? ഡിസിപ്ലിൻ. അത് ഹിൻഡ്രൻസ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, അതിന് നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും? നമ്മൾ ടൈം എടുക്കണം. വി നീഡ് ടു ഫൈൻഡ് ടൈം. വി നീഡ് ടു ടേക്ക് ടൈം. നമ്മൾ സമയം എടുക്കുന്നവരായിരിക്കണം. അടുത്തത്, ഈ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റൊരു തടസ്സം നമ്മുടെ ഫീലിങ്സ് ആണ്. നമ്മുടെ ഫീലിങ്സ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പ്രാർത്ഥിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ടു പ്രേ സംടൈംസ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? am I right? ഫീലിംഗ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു, ഇന്ന് അതിനുള്ളൊരു മൂഡില്ല, പ്രാർത്ഥിക്കാനുള്ള ഒരു മൂഡ് ഇല്ല, അല്ലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, prayer doesn't blossom in the area of feeling but in the area of our will. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ ഫീലിങ്ങിൻ്റെ അല്ലെങ്കിൽ വികാരങ്ങളുടെ അല്ലെങ്കിൽ മൂഡിൻ്റെ തലത്തിലല്ല വളരുന്നത്, നമ്മുടെ വില്ലിൻ്റെ തലത്തിലാണ്. ഐ വിൽ പ്രേ, ഐ നീഡ് ടു പ്രേ, ഐ എം ഗോയിങ് ടു പ്രേ. ഞാൻ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ പ്രാർത്ഥിക്കാൻ തോന്നുമ്പം പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കാൻ തോന്നുമ്പം മാത്രം പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥന ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? ദ സെക്കൻഡ് ഹിൻഡ്രൻസ് ടു പ്രേയർ, ഇറ്റ് ഈസ് അവർ ഫീലിംഗ്. ഫീലിംഗ് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ലെന്ന് പറയത്തില്ല. ഫീലിംഗ് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷേ ഫീലിംഗും റിയാലിറ്റിയും രണ്ടാണ്. അവർ ഫീലിംഗ് ആൻഡ് റിയാലിറ്റി മേ നോട്ട് ബി ഓൾവേസ് ദ സെയിം. യാഥാർത്ഥ്യം തന്നെ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഫീൽ ചെയ്തില്ല എന്നതുകൊണ്ട് യാഥാർത്ഥ്യം അല്ലാതാകുന്നില്ല. ഫീൽ ചെയ്യാത്തത് നമുക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടായിരിക്കും. ടേക്ക് ദ കേസ് ഓഫ് ദ ലെപ്പേഴ്സ്. ലെപ്രസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലെപ്രസിയുടെ ഏറ്റവും വലിയ പ്രശ്നം പെയിൻ ഇല്ല, ഫീലിംഗ് ഇല്ല എന്നുള്ളതാണ്. ലെപ്രസി ഒരിക്കലും നമ്മൾ ഒരു ലെപ്പറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും ലെപ്രസി പകരത്തൊന്നുമില്ല. ലെപ്രസിയുടെ പ്രധാനമായ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ കൈകളോ കാലുകളോ ഒക്കെ മുറിഞ്ഞു പോകുന്നതിനൊക്കെ കാരണം എന്നാണെന്നറിയാമോ? ഇവർക്ക് ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇവർ ചൂട് പാത്രമൊക്കെ കയറി അങ്ങ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊള്ളി എന്നുള്ളത് ഇവരെ അറിയത്തില്ല. അങ്ങനെ ഈ പൊള്ളൽ പോലും അറിയാതെ, അല്ലെങ്കിൽ കാല് മുറിഞ്ഞു അറിയുന്നില്ല, അവർക്ക് ഫീലിംഗ് ഇല്ല, അവർക്ക് വേദനയില്ല. അതൊരു വല്ലാത്ത ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് ഫിലിപ്പിയാൻസിയുടെയും വെല്ലൂരുണ്ടായിരുന്ന ഈ ലെപ്രസിയെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഡോക്ടർ പോളിൻ്റെയും കൂടെ ഒരു ബുക്കുണ്ട്, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്
എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം, ദൈവം നമുക്ക് നൽകിയ വലിയ ഒരു ബ്ലെസ്സിങ് ആണ് പെയിൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പെയിനാണ് നമ്മുടെ ഒരു ദുരന്തമെന്നാണ്. പക്ഷേ പെയിനാണ് നമ്മളെ വാസ്തവത്തിൽ മറ്റുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. പെയിൻ ഈസ് എ ബ്ലെസ്സിങ്. അത് ആത്മീയ ജീവിതത്തിൽ എല്ലാ രീതിയിലുമാണ്. പെയിൻ ഈസ് എ ബ്ലെസ്സിങ്. നമുക്ക് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് പെയിൻ. അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ലെപ്പേഴ്സിന് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? റിയാലിറ്റി എന്താണ്? പാത്രത്തിൻ്റെ ചൂട് ഒരു റിയാലിറ്റിയാണ്, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ചൂട് കയറി പിടിക്കാമെന്നാണ്? അല്ല, റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം. റിയാലിറ്റിയാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം.